കനത്ത ചൂടിന്റെ പശ്ചാത്തലത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങളുമായി സംസ്ഥാന സർക്കാർ വഴിയോരങ്ങളിൽ തണ്ണീർപന്തൽ സജ്ജമാക്കാനും പൊതുവിടങ്ങളിൽ സൂര്യാഘാത പ്രഥമ ശുശ്രൂഷയ്ക്ക് സൌകര്യമൊരുക്കാനും മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം തീരുമാനിച്ചു. ചൂടിനെ പ്രതിരോധിക്കാൻ ജാഗ്രത വേണമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. കേരളത്തിന്റെ പ്രത്യേകമായിട്ടുള്ള അത്യുഷ്ണവും ഉഷ്ണതരംഗവും കണക്കിലെടുത്തുകൊണ്ട് എല്ലാ ജില്ലകൾക്കും ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകുകയാണ് ഉണ്ടായത്. പകൽ സമയത്ത് അനാവശ്യ യാത്രകൾ പരമാവധി ഒഴിവാക്കി ലോക്ക്ഡൌണിന്റെ മാനസികാവസ്ഥയോടുകൂടി തന്നെ തുടരാൻ കഴിയുന്നവരങ്ങനെ തുടരണം. ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും കുട്ടികളും ആൽബനിസം പോലെയുള്ള രോഗങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള അവസ്ഥയുള്ളവരും പകൽ സമയം സർക്കാരിൻ്റെ പ്രോട്ടോകോൾ അനുസരിച്ച് പറഞ്ഞാൽ ഒരു സെൽഫ് ലോക്ക്ഡൌണിന് വിധേയമാകണം എന്ന് തന്നെയാണ് നമ്മുടെ അഭ്യർത്ഥന. നമ്മുടെ പൊതുപ്രദേശങ്ങൾ, പ്രത്യേകിച്ച് മാർക്കറ്റുകൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ, ട്രാഫിക് സിഗ്നലുകൾ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിൽ നിർബന്ധമായിട്ടും താൽക്കാലിക പന്തലുകൾ, തണ്ണീർ പന്തലുകൾ വെക്കണം. പൊതുകേന്ദ്രങ്ങളിലെല്ലാം ആളുകൾക്ക് സുഖകരമായി ഇരിക്കാനും വെള്ളം കുടിക്കാനുമുള്ള സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ നടപടിക്രമങ്ങളും ചെയ്യേണ്ടതുണ്ട്. കനത്ത ചൂടിനെ തുടർന്ന് വയനാടും ഇടുക്കിയും ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ട് മുന്നറിയിപ്പാണുള്ളത്. തിരുവനന്തപുരത്ത് നിന്ന് അലക്സ് റാം മുഹമ്മദ് ചേരുന്നുണ്ട്. അലക്സ്, ചൂട് അനുദിനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. സൂര്യാഘാതമേറ്റുള്ള മരണങ്ങൾ കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. പലർക്കും സൂര്യാതാപം ഏൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ എന്തെല്ലാം തീരുമാനങ്ങളാണ് ഈ ചൂടിനെ പ്രതിരോധിക്കാനായിട്ട് മുന്നോട്ട് വെച്ചത്? സംസ്ഥാനം അക്ഷരാർത്ഥത്തിൽ ചുട്ടുപൊള്ളുകയാണ്. ഈ കനത്ത ചൂട് ഒരുപക്ഷെ തിങ്കളാഴ്ച വരെ തുടരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ ആശ്വാസമുള്ളത്, കഴിഞ്ഞ ദിവസങ്ങളിൽ പാലക്കാട്, തൃശൂർ, കൊല്ലം ജില്ലകളിൽ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ വിവിധ ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ആ മുന്നറിയിപ്പുകൾ പിൻവലിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പകരം ഇടുക്കി, വയനാട് ഒഴികെയുള്ള 12 ജില്ലകളിൽ ഇന്നും നാളെയും യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ പാലക്കാട് ഉയർന്ന താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെയും, കൊല്ലത്ത് 39 ഡിഗ്രി സെൽഷ്യസ് വരെയും, പത്തനംതിട്ട, തൃശൂർ, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, അതുപോലെ കോട്ടയം, എറണാകുളം, മലപ്പുറം, കണ്ണൂർ ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരം, ആലപ്പുഴ ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാനാണ് സാധ്യത നിലനിൽക്കുന്നത്. അതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് പൊതുവായ നിർദ്ദേശം നിലനിൽക്കുന്നുണ്ട്. അതേസമയം ആശ്വാസകരമാകുന്ന മറ്റൊരു പ്രവചനം കൂടിയുണ്ട്. അത് സംസ്ഥാനത്ത് വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നുള്ളതാണ്. തിങ്കളാഴ്ച മുതൽ കാര്യമായ വേനൽ മഴ ഒരുപക്ഷെ ലഭിച്ചേക്കും. അതിൽ തന്നെ 29-ാം തീയതി സംസ്ഥാനത്ത് 4 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യത പത്തനംതിട്ട, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് പോലുള്ള ജില്ലകളിൽ നൽകിയിട്ടുണ്ട് എന്നുള്ളതും ആശ്വാസകരമായ കാര്യമായി ഈ ഘട്ടത്തിൽ വിലയിരുത്താം. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉഷ്ണതരംഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവലോകനം ചെയ്യുന്നതിന് വേണ്ടിയാണ് യോഗം ചേർന്നത്. ഈ ഓൺലൈൻ യോഗത്തിൽ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട്. പ്രധാന മാർക്കറ്റുകൾ, ബസ് സ്റ്റാൻഡുകൾ എന്നീ പൊതുയിടങ്ങളിൽ ആവശ്യത്തിന് വെള്ളം, ORS, സൂര്യഘാത പ്രഥമ ശുശ്രൂഷ സൗകര്യങ്ങൾ എന്നിവ ഒരുക്കാൻ തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട്. ആരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാർ, തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, സർവീസ്, ട്രേഡ് യൂണിയൻ, സന്നദ്ധ സംഘടനകൾ എന്നിവരൊക്കെ ഇക്കാര്യത്തിൽ പ്രവർത്തനം ഉറപ്പുവരുത്തണം. തണ്ണീർപന്തലുകൾ ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത്തരത്തിൽ വ്യാപകമായി തന്നെ സംസ്ഥാന സർക്കാർ പ്രതിരോധ നടപടികളുമായി മുന്നോട്ട് വരികയാണ്. ഓക്കെ, അലക്സ് സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനം ചുട്ടുപൊള്ളുകയാണ്. കർശന മാർഗനിർദ്ദേശങ്ങൾ ആരോഗ്യവകുപ്പും സർക്കാരും എല്ലാം പുറത്തിറക്കുന്നുണ്ട്. അതെല്ലാം തന്നെ പാലിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനായിട്ടുള്ള ഏക കാര്യം. ഇപ്പോൾ ഒരു ആശ്വാസകരമായിട്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അടുത്ത 5 ദിവസത്തേക്ക് മഴ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.